നിങ്ങൾ എവിടെയൊക്കെ ആരുടെയൊക്കെ മുൻപിൽ നിന്നയായി തീർന്ന് തല കുനിച്ചുവോ ആ സ്ഥാനങ്ങളിൽ അവരുടെ മുൻപിൽ ഈ ആഴ്ച ദൈവം നിങ്ങളുടെ തല നിവർത്തുമാറാകും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്നറിയുന്നതിൽ സന്തോഷിക്കുന്നു. ഒപ്പം നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. അതെ, അവിധത്തിൽ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങളെ കാരണക്കാരാക്കി തീർത്തതിനാൽ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. ഇന്നും അങ്ങയുടെ വലിയ സാന്നിധ്യം അടിയനൊപ്പമായിരിക്കുന്നു. അങ്ങയുടെ മക്കളോട് കൂടിരുന്ന് വലിയ മാറ്റങ്ങൾക്ക്, വലിയ അനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും കാരണമാക്കി തീർക്കണമേ. അതെ, നിങ്ങളുടെ വിശ്വാസം അത് വലുതെങ്കിൽ ഞാനിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ ജീവിതത്തെ മാറ്റും. ഞാൻ ആൾ മാറിയവനായി എഴുന്നേൽക്കും. എൻ്റെ അനുഭവങ്ങൾ മാറും. ഇന്നലകളിൽ എന്നെ കണ്ടവർ, എന്നെ അറിഞ്ഞവർ, എന്നെക്കുറിച്ച് സംസാരിച്ചവർ, അവർ സംസാരിച്ചത് മാറ്റി സംസാരിക്കും. അവർ അറിഞ്ഞത് മാറും, അവർ കേട്ടത് മാറും. എൻ്റെ സാഹചര്യം മാറും. അതെ, നിങ്ങളുടെ സാഹചര്യം മാറും, നിങ്ങളുടെ അവസ്ഥ മാറും. കഴിഞ്ഞ രാത്രിയിലും അവിധത്തിൽ നിങ്ങളുടെ സാഹചര്യം മാറണം, നിങ്ങളുടെ അവസ്ഥ മാറണം എന്ന ആ ദൃഢനിശ്ചയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞൊരു സന്തോഷ വർത്തമാനം, അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചന ദൂതായി ഈ ആഴ്ചയിലേക്കുള്ള പ്രവചന ദൂതായി നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ കേട്ട് സന്തോഷത്തോടെ ആയിരിക്കുന്ന ദൂത് ആവർത്തിച്ചു പറയട്ടെ. എവിടെയൊക്കെ ആരുടെയൊക്കെ മുൻപിൽ നിങ്ങൾ നിന്ദിക്കപ്പെട്ട് തല കുനിച്ചുവോ ആ ഇടങ്ങളിലൊക്കെ ഈ ആഴ്ച ദൈവം നിങ്ങളെ തല നിവർത്തി നിൽക്കുമാറാക്കും. ഒരിക്കൽ കൂടി സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. എൻ്റെ യേശു നിങ്ങളുടെ തല നിവർത്തി, നിങ്ങൾ നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് തല കുനിച്ച സ്ഥാനത്ത് നിങ്ങളുടെ തല നിവർത്തുമാറാക്കും. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, എൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ഇരുന്നവൾ അവൾ ദൈവത്തെ സ്തുതിക്കുകയാണ് സന്തോഷത്തോടെ. എൻ്റെ കൊമ്പുയർത്തിയ ദൈവം, ഹന്നായുടെ കൊമ്പുയർത്തിയ അഥവാ ഹന്നായുടെ തല നിവരുമാറാക്കിയ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ തല നിവരുമാറാക്കും. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ദൈവദാസനെ, എന്തുകൊണ്ടാണ് ഹന്നായുടെ തല കുനിഞ്ഞത്? എപ്പോഴാണ്, ഏതവസ്ഥയിലാണ്, ഏത് സാഹചര്യത്തിലാണ് അവൾ തല കുനിഞ്ഞവളായി മാറിയത്? സാഹചര്യം മറ്റൊന്നുമല്ല, നിന്ദിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട തനിക്കൊപ്പമുള്ളവളുടെ കുത്തുവാക്കുകൾ കേട്ട്, പരിഹാസ വാക്കുകൾ കേട്ട്, അതേ സഹോദരി, നീ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് തന്നെ കുത്തുവാക്കുകൾ കേട്ട്, പരിഹാസ വാക്കുകൾ കേട്ട്, നിന്ദിക്കപ്പെട്ട് ജീവിതം തന്നെ വെറുത്തായിരിക്കുന്ന നിന്നോട് ഈ ആഴ്ച കർത്താവ് നിന്റെ തല നിവർത്തും. അതെ, ആ ഭവനത്തിനകത്ത്, ആ കുടുംബത്തിനകത്ത്, നീ തൊഴിൽ തേടിപ്പോയി ആയിരിക്കുന്ന ആ സ്ഥാനത്ത് ആ ഇല്ലായ്മ മുഖാന്തരം അവർക്കൊപ്പം നിൽക്കുവാൻ ചിലത് നിനക്കില്ലാത്തത് കൊണ്ട്, അതെ, നല്ലൊരു തൊഴിലില്ലാത്തത് കൊണ്ട് തലകുനിച്ചായിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. കേൾക്ക്, നല്ലൊരു തൊഴിൽ നൽകി എൻ്റെ ദൈവം നിങ്ങളുടെ തല നിവർത്തും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതിയായി ഒത്തിരി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു, ഒത്തിരി സ്ഥാപനങ്ങളുടെ വാതിൽക്കൽ മുട്ടി, ഒത്തിരി സ്ഥാപനങ്ങളിലേക്ക് CV അയച്ചു. അതെ, ആ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി. സ്തോത്രം. അവിടെ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു, ഒരുപാട് പേരുടെ കയ്യിൽ CV കൊടുത്തു. പക്ഷേ ഇതുവരെ നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല. ഇനി തിരികെ പോകേണ്ടി വരും. തിരികെ പോരണമെങ്കിൽ അതിനും കയ്യിൽ ക്യാഷ് വേണം. അത് നാട്ടിൽ നിന്ന് വരുത്തിപ്പിക്കണം. അങ്ങനെ ഭാരത്തോടെ, അതെ, ഭാരത്തോടെ നീ ആയിരിക്കുക. കേൾക്ക്, നീ തല കുനിച്ച്, ഒരിക്കൽ കൂടി പറയട്ടെ, നീ തല കുനിച്ച് ചിലരുടെ
പരിഹാസത്തോടെയുള്ള പുച്ഛത്തോടെയുള്ള ചിരി കണ്ട് മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവിടെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകി, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, അവിടെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകി എൻ്റെ ദൈവം നിന്നെ മാനിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ പ്രതിയോഗി ആരാണ്? ഹന്നയുടെ പ്രതിയോഗി. 1-ാം അധ്യായം ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ കാണുവാൻ കഴിയും. 6-ാമത്തെ വാക്യത്തിൽ ഹന്നയുടെ പ്രതിയോഗി, ഹന്നയുടെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യ, ഹന്നയുടെ തുല്യ സ്ഥാനം വഹിക്കുന്നവൾ. അവൾക്ക് മക്കളുണ്ട്, എന്നാൽ ഹന്നയ്ക്ക് മക്കളില്ല. ഇല്ലായ്മ. പലപ്പോഴും നിങ്ങൾ നിന്ദിക്കപ്പെടുന്നതും നിങ്ങൾ തല കുനിക്കപ്പെടുന്നതും ചില ഇല്ലായ്മകളുടെ മുൻപിലാണ്. നിങ്ങൾക്കൊപ്പമുള്ളവർ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ ഭവനത്തിൽ താമസിക്കുന്നവർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കൂട്ടുകാർ, ബന്ധുക്കൾ, ചർച്ചക്കാർ, അവർക്കൊപ്പം നിൽക്കുവാൻ ചിലത് ഇല്ലാത്തത് കൊണ്ട് നീ സങ്കടത്തോടെ പറയാറില്ലേ? സ്വന്തം ഭവനം ഇല്ലാത്തത് കൊണ്ടാ, സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാത്തത് കൊണ്ടാ പലരുടെയും കുത്തുവാക്ക് നിന്റെ മക്കൾ കേൾക്കേണ്ടി വരുന്നത്. കേൾക്ക്, ഇന്ന് നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നീ സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ പോകുക. നിന്നെ കുത്തി മുറിപ്പെടുത്തിയ വാക്കുകൾ കൊണ്ട് നിന്നെ കുത്തി മുറിപ്പെടുത്തിയ നിന്റെ തലമുറകളുടെ തല കുനിപ്പിച്ചവരെ നിന്റെ സ്വന്തം ഭവനത്തിലേക്ക് നീ ക്ഷണിക്കുവാൻ പോകുക. സ്തോത്രം. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എനിക്കറിയാം, ഞാനീ പറയുന്ന ദൂത് ദീർഘവർഷങ്ങളായുള്ള നിന്റെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും എതിരാണ്. കാരണം നീ ദീർഘവർഷങ്ങൾ കൊതിയോടെ കാത്തിരുന്നതാണ്, കഷ്ടപ്പെട്ടതാണ് നല്ലൊരു ഭവനത്തിനായി. എന്നാൽ അത് നിനക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നീ കേൾക്കുന്ന ഈ ഒരു ശബ്ദം, ദൈവത്തിൻ്റെ വചനം, പ്രവചനം നീ വിശ്വസിക്കുമെങ്കിൽ നീ സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ പോകുക. ആ വാടക വീടെന്ന നിന്റെ നിരാശ, നിന്റെ കണ്ണുനീർ, നിന്റെ നിന്ന ഇന്ന് എൻ്റെ യേശു എടുത്തു നീക്കും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, മറിയമാരുടെ അടുക്കൽ, അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവർ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. ആ സമയത്തെക്കുറിച്ചല്ല. അവർ ദുഃഖിതരായിരിക്കുമ്പോൾ, അവരുടെ പ്രിയ സഹോദരൻ നഷ്ടപ്പെട്ട വേദനയിലായിരിക്കുമ്പോൾ, ക്ഷണിച്ചിട്ടും തക്ക സമയത്ത് വരാത്ത യേശുവിൻ്റെ അടുക്കൽ അവരായിരിക്കുമ്പോൾ, ക്ഷണിച്ചിട്ട് തക്ക സമയത്ത് ചെല്ലാത്ത ആ ദുഃഖ ഭവനത്തിൽ പോയി അവരെ ആശ്വസിപ്പിക്കാത്ത, പനി പിടിച്ചായിരുന്ന അവരുടെ സഹോദരനെ സൗഖ്യമാക്കാത്ത യേശു പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. മറിയേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, നിങ്ങൾ വിശ്വസിച്ചാൽ സ്വന്തം ഭവനത്തിൽ പാർക്കും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ഉള്ളത് കൊണ്ട് ആ സാക്ഷ്യങ്ങളുടെ ഉറപ്പിൽ നിന്ന് ആവർത്തിച്ചു പറയുന്നു. കേൾക്കുന്ന ദൂത് വിശ്വസിക്കുവാനും ഏറ്റെടുത്ത് തുടർമാനമായി പ്രാർത്ഥിക്കുവാനും നീ തയ്യാറാകുമെങ്കിൽ, അതേ, സ്വന്തം ഭവനമെന്ന ആ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിറവേറും. നീ കേട്ട് എന്നാൽ ഒത്തിരി അധ്വാനിച്ചു പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത ആ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിറവേറും. അതേ, ഇല്ലായ്മകളാണ് നിന്ദയ്ക്കും അപമാനത്തിനും പരിഹാസത്തിനും തല കുനിക്കലിനും കാരണമായി മാറാറുള്ളത്. ഔവിധത്തിൽ തന്നെ ഹന്ന എന്ന സ്ത്രീ, അവൾ നിന്ദിക്കപ്പെടുന്നു, അവൾ അപമാനിക്കപ്പെടുന്നു, അവൾക്കൊരു പ്രതിയോഗി ഉണ്ടാകുന്നു. ഇല്ലായ്മ നിങ്ങൾക്ക് ശത്രുക്കളെ ഉണ്ടാക്കും. ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങളുടെ ചില ഇല്ലായ്മകളാണ് നിങ്ങൾക്ക് ശത്രുക്കളെ ഉണ്ടാക്കിയത്. നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ടവരെ, നിങ്ങൾക്കൊപ്പമായിരിക്കേണ്ടവരെ, അതെ, ഒപ്പം നിങ്ങൾക്ക് തുല്യരായിരിക്കേണ്ടവരെ നിങ്ങളുടെ ശത്രുക്കളാക്കി മാറ്റിയത് നിങ്ങളുടെ ചില ഇല്ലായ്മകളാണ്. സഹോദരി, നിന്റെ ചില കുറവുകളാണ്, അല്ലെങ്കിൽ അവർ നിന്റെ ജീവിതത്തിൽ പരിമിതിയായി കണ്ട ചില കാര്യങ്ങളാണ് അവരെ നിന്റെ വില്ലനാക്കി മാറ്റിയത്. താങ്ക് യു ലോർഡ്. അവർ വില്ലനെങ്കിൽ നീ ഹീറോയാണ്. വില്ലൻ ജയിക്കത്തില്ല, ഹീറോയെ ജയിക്കത്തുള്ളൂ. കാരണം സീറോയെ ഹീറോയാക്കുന്ന കർത്താവ് നിനക്കൊപ്പമുണ്ട്. അതെ, നിന്നെ അവൻ ഹീറോയാക്കി മാറ്റും.
കാരണം വിശ്വസിക്കുന്ന നീ ഹീറോയാണ്. കർത്താവുള്ള നീ ഹീറോയാണ്. ലോകം നിന്നെ സീറോ എന്ന് പറഞ്ഞാലും, നിന്റെ വില്ലൻ നിനക്ക് വിരോധമായി നിൽക്കുന്നവൾ, അവൾ നിന്നെ സീറോ എന്ന് പറഞ്ഞാലും ഒന്നിനും കൊള്ളാത്തവളെന്ന് ഇങ്ങനെ ഒരുത്തി ഈ വീട്ടിനകത്ത് കെട്ടി കയറി വന്നല്ലോ എന്ന് കുത്തുവാക്കുകൾ പറഞ്ഞ് മുറിപ്പെടുത്തിയാലും, അതെ, നീ സീറോ എന്ന് പറഞ്ഞ് വിലയില്ലാത്തവളായി നിന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞാലും, കേൾക്ക്, നിന്നെ ഹീറോയാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരുവൻ എൻ്റെ യേശു നിനക്കൊപ്പമുണ്ട്. യേശുവുള്ള നീ സീറോ ആയിരിക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. അതെ, ആ വില്ലന് മുൻപിൽ നിന്നെ എൻ്റെ യേശു ഹീറോയാക്കി നിർത്തും. ആ ഭവനത്തിനകത്ത് വില്ലനല്ല, നീ തന്നെ പാർക്കും. നിന്നെ പുറത്താക്കുവാൻ ശ്രമിക്കുന്നവർ കാണുക, നീ അവിടെ തല ഉയർത്തി നിൽക്കും. അതെ, ഒരിക്കലേ കാണത്തുള്ളൂ, അത് കഴിഞ്ഞ് കാണുവാൻ അവർ ഉണ്ടാകത്തേ ഇല്ല. ഇല്ലായ്മകൾ നിങ്ങൾക്ക് ശത്രുക്കളെ സമ്മാനിക്കും. ശത്രുക്കൾ ഏറുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, അതെ, നിങ്ങൾ ചില ഇല്ലായ്മകളിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ നന്മകളിൽ കുറവ് വരുമ്പോൾ നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടത് അതതിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വരുമ്പോൾ അത് തന്നെ ശത്രുക്കളുണ്ടാകും. നിന്ദിക്കുന്നവരായി, പരിഹസിക്കുന്നവരായി, കളിയാക്കുന്നവരായി. കുഞ്ഞെ, അത് തന്നെ ആ സമയത്ത് ജോലി കിട്ടാത്തത് കൊണ്ട്, നല്ലൊരു റിസൾട്ട് നിനക്കുണ്ടാക്കി എടുക്കുവാൻ കഴിയാത്തത് കൊണ്ട്, നീ ആഗ്രഹിച്ച, നീ പറഞ്ഞ ചില പൊസിഷൻസ് നിനക്ക് അച്ചീവ് ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട്, പ്രിയ സഹോദരി, നിന്റെ മകളുടെ വിവാഹം നടക്കാത്തത് കൊണ്ട് കളിയാക്കി പലരും ഇന്ന് നിന്റെ ശത്രുക്കളായി മാറിയിരിക്കുന്നു. ആ കളിയാക്കുന്നവരെ വിവാഹത്തിന് ക്ഷണിക്കുവാൻ ഒരുങ്ങിക്കോ. മകളുടെ വിവാഹം നടക്കാത്തത് കൊണ്ട്, മകൻ്റെ വിവാഹം നടക്കാത്തത് കൊണ്ട് തല കുനിക്കപ്പെട്ട ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഈ ആഴ്ച കർത്താവ് തല നിവർത്തുവാനുള്ള അവസരത്തെ നിനക്ക് തരുവാൻ പോകുക. ആദ്യ സ്റ്റെപ്പ് ഈ ആഴ്ച വയ്ക്കും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കർത്താവ് ആ സന്തോഷത്തെ നിന്റെ കണ്ണുകൊണ്ട് കാണുമാറാക്കും. നിന്റെ തലമുറകളുടെ വിവാഹമെന്ന സന്തോഷത്തെ എൻ്റെ കർത്താവ് നിന്റെ കണ്ണുകൊണ്ട് കാണുമാറാക്കും. വിശ്വസിക്കുന്ന നിന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം നീ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ പോകുന്നു. നോക്കിയേ, ആ ഇല്ലായ്മ അവൾക്കൊരു പ്രതിയോഗിയെ സമ്മാനിച്ചു. ആ പ്രതിയോഗി ഒരു റെസ്റ്റ് കൊടുക്കാതെ അവളെ നിന്ദിച്ചു, പരിഹസിച്ചു, അപമാനിച്ചു. അവൾക്കില്ലാത്തത്, ഹന്നയ്ക്കില്ലാത്തത് അപ്പുറത്തൊരുത്തിക്ക് ഇഷ്ടം പോലെ ഉണ്ടാകുന്നു. മക്കൾ ധാരാളമായി വീട്ടിനകത്തുണ്ട്, പക്ഷേ തനിക്കില്ല. പലതും ചുറ്റുമുണ്ട്, പക്ഷേ നിങ്ങൾക്കില്ല. സഹോദര, ചുറ്റുമെല്ലാം ഉണ്ട്. അവിടെ പോയവരെല്ലാം രക്ഷപ്പെട്ടു. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ളവരെല്ലാം രക്ഷപ്പെട്ടു. നീ ചെയ്യുന്ന ജോലി ചെയ്യുന്നവരെല്ലാം രക്ഷപ്പെട്ടു. നിന്റെ അതേ എക്സ്പീരിയൻസ് ഉള്ള, നിന്റെ അതേ ക്വാളിഫിക്കേഷനുള്ള അവരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ നീ മാത്രം രക്ഷപ്പെട്ടില്ല. ഫലമോ പലരുടെയും പരിഹാസ വാക്കുകൾ, ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. നീ പ്രാർത്ഥിച്ചിട്ടെന്തായി? നീ ഒരു വിശ്വാസിയായിരുന്നിട്ട് എന്തായി? ഞങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചിട്ടും, ഞങ്ങളിങ്ങനെയൊക്കെ നടന്നിട്ട് ഞങ്ങളുടെ ജീവിതം സെറ്റിലായല്ലോ, ഞങ്ങൾ ഹാപ്പി ആയിരിക്കുന്നല്ലോ. നീ പ്രാർത്ഥിച്ചിട്ട്, നീ ആരാധിച്ചിട്ട്, നീ ഉപവസിച്ചിട്ട് എന്തായി? ഒന്നും ആകുവാൻ കഴിഞ്ഞില്ലല്ലോ. പരിഹസിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന വാക്കുകൾ, ആ വാക്കുകളെ എൻ്റെ കർത്താവ് ക്യാൻസൽ ചെയ്യിപ്പിക്കുക. ഈ ആഴ്ച അവരുടെ മുമ്പിൽ തല നിവർത്തുമാറാക്കുന്നതൊന്ന് എൻ്റെ യേശു നിൻ്റെ ജീവിതത്തിൽ ചെയ്യും. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചിലരുടെ മുൻപിൽ നിനക്ക് തുല്യരായ, അല്ലെങ്കിൽ നിന്നെക്കാൾ താഴെയുള്ള ചിലർ നിനക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് പ്രാപിച്ചെടുത്ത്, ആ പ്രാപിച്ചെടുത്തതിനെ മുൻനിർത്തി നിന്നെ കളിയാക്കുന്ന അതേ സ്ഥാനത്ത് അവരുടെ മുൻപിൽ തല നിവർത്തി നിൽക്കുമാറാക്കുന്നത് എൻ്റെ ദൈവം നിനക്ക് നൽകി നിന്നെ മാനിക്കും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി, അതേ, അവരുടെ മുൻപിൽ അവിടെ ആ സ്ഥാനത്ത് തല നിവർത്തി നിൽക്കുമാറാക്കുന്നത് നൽകി എൻ്റെ ദൈവം നിങ്ങളെ മാനിക്കും. നോക്കൂ, എவ்விധത്തിൽ ഹന്ന ആ പ്രതിയോഗിയുടെ മുമ്പിൽ തല നിവർന്നവളായി, തല ഉയർത്തിയവളായി മാറി. അഥവാ അവളുടെ നിന്ന നീങ്ങിപ്പോയി. എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് അതേക്കുറിച്ചാണ്. കേൾക്കണമേ, ചെവി തുറന്ന് കേൾക്കണമേ. തൻ്റെ പരാതിയുമായി, തൻ്റെ പരിഭവവുമായി തൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുന്ന ഹന്നായെ നിങ്ങൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഭർത്താവ് തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഭർത്താവ് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു? നല്ലവനായ ഭർത്താവാണ് കേട്ടോ. എൽക്കാന
നല്ലവനായ ഭർത്താവാണ് കേട്ടോ എൽക്കാന. എന്താണ് എൽക്കാന നല്ലവനെന്ന് പറയുവാൻ കാരണം? തൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നപ്പോൾ ആ വീഴ്ചയെ കുത്തിക്കാണിക്കാതെ, ആ വീഴ്ചയെ ചൂണ്ടിക്കാട്ടി പരിഹസിക്കാതെ അവളെ ആശ്വസിപ്പിക്കുന്ന, അവളെ ചേർത്ത് പിടിക്കുന്ന എൽക്കാന പറയുന്ന വാക്കുകൾ ഇതാണ്: ഹന്നായെ, നിനക്ക് മക്കളില്ലെങ്കിൽ എന്താ, നീ സങ്കടപ്പെടേണ്ട, 10 മക്കൾക്ക് തുല്യമായി നിനക്ക് ഞാനുണ്ട്. പ്രിയരെ, അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പങ്കാളി ആരൊക്കെ കരയുന്നുണ്ട്, എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ട, എന്നെ ഒഴിവാക്കാതിരുന്നാൽ മതി, എന്നെ തള്ളിക്കളയാതിരുന്നാൽ മതി, എന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് ഞാൻ മാത്രമായിരിക്കുമ്പോഴല്ല, എന്നെ അറിയുന്നവരുടെ മുമ്പിൽ ഞങ്ങളൊരു സ്ഥലത്ത് കടന്നുപോയാൽ 4 പേർ കൂടുന്നിടത്ത് സന്തോഷിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ കുറവിനെ ചൂണ്ടിക്കാട്ടി പരിഹസിക്കുന്ന, ചിരിച്ച് സന്തോഷിക്കുന്ന ഒരു ഭർത്താവിൻ്റെ, ഒരു ഭാര്യയുടെ പങ്കാളിയായി ഞാനായിരിക്കുന്നു. കേൾക്ക്, നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്റെ ഇല്ലായ്മകൾക്ക് തുണ നിൽക്കുന്ന, നല്ലൊരു ഭർത്താവാക്കി, നല്ലൊരു ഭാര്യയാക്കി നിന്റെ പങ്കാളിയെ എൻ്റെ യേശു മാറ്റുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ, നിന്റെ തലമുറകളെ, നിന്റെ മാതാപിതാക്കളെ എൻ്റെ യേശു മാറ്റും. ഓ താങ്ക് യു ലോർഡ്. നിന്നെ ചേർത്ത് പിടിക്കുന്ന മോളെ, അങ്ങനെയുള്ളൊരു ഭർത്താവിനെ എൻ്റെ കർത്താവ് നിനക്ക് തരും. നീ ഒത്തിരി നാളായി കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലൊക്കെ പറയുന്നുണ്ട്, എനിക്ക് വയ്യ, ചായയും കൊണ്ട് കൊടുത്ത് വെറുതെ നിന്ന് സംസാരിക്കുവാൻ വയ്യ, ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി അത് തകർന്നു പോകുന്നത് കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുവാൻ വയ്യ. കേൾക്ക്, നീ സങ്കടപ്പെട്ടതും നിന്റെ സ്വപ്നങ്ങൾ തകർന്നതും എൽക്കാനയെ പോലെ, ഓ സ്തോത്രം, ഒരിക്കൽ കൂടി ദൂതാണേ, എൽക്കാനയെ പോലെ നീ മുതൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുക. എൽക്കാനയെ പോലെ ഒരു ഭർത്താവിനെ യേശോപ്പാ എനിക്ക് തരണമേ. എൻ്റെ ബലഹീനതകളിലും എൻ്റെ കുറവുകളിലും എനിക്ക് തുണ നിൽക്കുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭർത്താവിനെ, അതെ എൻ്റെ കർത്താവ് നിനക്കത് തരും. പ്രിയ മാതാവേ, നിൻ്റെ മകൾക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ നൽകി എൻ്റെ കർത്താവ് മാനിക്കുവാൻ പോകുക. പ്രിയ മാതാവേ, പിതാവേ, നിൻ്റെ മകന് അതേ കേൾക്ക്, നിൻ്റെ മകന് അവിധത്തിൽ അവൻ്റെ പരിമിതികളെ തിരിച്ചറിഞ്ഞ്, അവനൊത്തിരി പരിമിതികളുണ്ട്. ആ പരിമിതികളാണ് തക്ക സമയത്ത് നല്ലൊരു വിവാഹം നടക്കാതെ പോയത്. ആ പരിമിതികളെ തിരിച്ചറിഞ്ഞ് അവനെ ചേർത്ത് നിർത്തുന്ന, അവന് ശക്തി പകരുന്ന തക്ക തുണയായൊരു പങ്കാളിയെ, ഒരു ഭാര്യയെ എൻ്റെ യേശു അവന് നൽകുവാൻ പോകുക. വിശ്വസിക്ക്, പ്രാർത്ഥിക്ക്. പ്രൈസർ ഫാമിലിക്കൊപ്പം നീ ആ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഈ വർഷം തീരുന്നതിന് മുമ്പ് ആ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കും. ആമേൻ. അതെ, ആ കാത്തിരിപ്പിന് അറുതി വരുത്തുന്ന ഒരു കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട എൽക്കാനയെ പോലെ നല്ല സ്നേഹനിധിയായ ഭർത്താവ് ഹന്നായ്ക്കുണ്ട്. ആ ഭർത്താവിനോട് ഹന്ന പറഞ്ഞു, കുറേ പറഞ്ഞു കഴിഞ്ഞ് കരയുവാൻ തുടങ്ങി. മുറിക്കകത്ത് കയറി രാത്രി മുഴുവനും തലയിണയിൽ മുഖമമർത്തി. സഹോദരി, നിന്നെ പോലെ തന്നെ പുറത്താരും കേൾക്കാതെ കരച്ചിലോട് കരച്ചിൽ. അടുത്ത് കിടക്കുന്ന ഭർത്താവ് കേൾക്കരുതെന്ന് പറഞ്ഞ് രാത്രിയിൽ പതുക്കെ എഴുന്നേറ്റ് ബാത്റൂമിനകത്ത് പോയിട്ട് ടാപ്പ് തുറന്നു വെച്ചിട്ട് കരഞ്ഞ് സങ്കടം തീർക്കുന്ന അവസ്ഥ. ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒറ്റയ്ക്കായി തീരുമ്പോൾ അറിയാതെ കണ്ണു നിറയുന്ന അവസ്ഥ. ഹന്ന ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയി. പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ചിരിച്ചു കൊണ്ട് നിൽക്കും ഒരു വിഡ്ഢിയെ പോലെ. അതേ, നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയെക്കുറിച്ച് തന്നെ കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കാത്തതുപോലെ ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ നിൽക്കും. അത് പറഞ്ഞോ അവർ കളിയാക്കും. അല്ലട മോനെ, കേൾക്ക്, ആ കളിയാക്കിയവരുടെ, പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നീ ഒന്നുമില്ലാതായി തീരുവാൻ നമ്മുടെ യേശോപ്പ അനുവദിക്കത്തില്ലടാ. നിന്നെ കർത്താവ് മാനിക്കും മോളെ, നിന്നെ കർത്താവ് മാനിക്കും. നീ ഒന്നുമില്ലാത്തവളായി തീരുവാൻ, നീ തലകുനിഞ്ഞ് പൊട്ടനെന്ന, വിഡ്ഢിയെന്ന, മണ്ടനെന്ന വിളിപ്പേരോടുകൂടി ജീവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്നീ പൊട്ടനായി, മണ്ടനായി, വിഡ്ഢിയായി അവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ എൻ്റെ ദൈവം നിൻ്റെ തല നിവർത്തും. മോളെ മടുത്തു പോകരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ യേശോപ്പൻ നിങ്ങളെ കൈവിടത്തില്ല. അവൻ നിങ്ങളെ തല നിവർത്തുമാറാക്കും. എവിടെയൊക്കെ പൊന്നുപ്പെങ്ങന്മാരെ, സഹോദരന്മാരെ കേൾക്ക്, നമ്മുടെ യേശോപ്പൻ നിങ്ങളുടെ തല കുനിയുവാൻ അനുവദിക്കത്തേയില്ല. നീ അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നുവെങ്കിൽ, അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മേഘം ആകാശത്ത് കാണുന്ന മയിലുകൾ പീലി വിടർത്തി നൃത്തം ചെയ്യുന്നത് പോലെ നിന്റെ ഉള്ളം തുടിക്കുന്നുണ്ടെങ്കിൽ, അല്ല തുടിക്കുന്നുണ്ട്, കേൾക്ക്, അതൂത് നിന്നിൽ നിവർത്തിയാകുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. നോക്കി,
ഹന്ന കരഞ്ഞു, പരിഹാരമുണ്ടോ? ഇല്ല. ഹന്ന ഭർത്താവിനോട് പറഞ്ഞു, പരിഹാരമുണ്ടോ? ഇല്ല. നല്ലൊരു ഭർത്താവാണെന്ന് മനസ്സിലായി, അത്രമാത്രം. ഹന്നയ്ക്കൊപ്പം കാര്യം മനസ്സിലായി, നടക്കത്തില്ല, കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ കൂടെ ഉള്ളവരോട് സങ്കടം അറിയിച്ചത് കൊണ്ടും കാര്യമില്ല. പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. ഹന്ന ആലയത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നു. നിങ്ങൾ ആ ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 9-ാമത്തെ വാക്യത്തിൽ അവർ ശീലോഹിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. 11-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം കൂടെ ചേർത്ത് വായിക്കട്ടെ. അവൾ ഒരു നേർച്ച നേർന്നു. ശ്രദ്ധിക്കണമേ, അവൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. അവൾ ആലയത്തിലേക്ക് കടന്നുപോയി. ഒരിക്കൽ കൂടി പറയട്ടെ, അവൾ ആലയത്തിലേക്ക് കടന്നുപോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞു. മുറിക്കകത്ത് കരഞ്ഞവൾ, ഒരിക്കൽ കൂടി തൻ്റെ പ്രിയതമൻ്റെ അടുക്കൽ കരഞ്ഞവൾ, അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞു, പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ നേർച്ച നേർന്നു. ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു, പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ നേർച്ച നേർന്നു, തീരുമാനമെടുത്തു. ഇന്ന് കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ ലോകത്തിന് മുമ്പിലല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുവാൻ. നിന്നെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ലോകത്തിന് മുമ്പിൽ വിഡ്ഢിവേഷം കെട്ടുവാനല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണോ? ഏലി എന്ന പുരോഹിതനിലൂടെ ഹന്ന കേട്ട വാക്കുകൾ ഇപ്പോൾ നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കേൾക്കുവാൻ പോകുക. 17-ാമത്തെ വാക്യത്തിൽ ഹന്ന കേട്ടു, ഏലിയിൽ നിന്ന് സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷയ്ക്ക് അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. സമാധാനത്തോടെ ഇരിക്കുക. സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ മാറുവാൻ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചത്, നിങ്ങൾ പ്രാർത്ഥിച്ചത് ദൈവം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ മാനിക്കും. അതെ, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നീ സമാധാനത്തോടെ, സന്തോഷത്തോടെ, നിരാശ മാറി, കണ്ണുനീർ മാറി ആയിരിക്കുവാൻ വേണ്ടത് എൻ്റെ യേശു തന്ന് നിന്നെ മാനിക്കും. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ കരയുവാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുവാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ ഹന്ന എടുത്ത തീരുമാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവമേ, നീ തരുന്നതിനെ ഞാൻ നിനക്ക് തരും. ആമേൻ, സ്തോത്രം. പലപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നമുക്ക് തരുന്നത് അവന്റെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടാതെ പോകുമ്പോൾ അത് ഗുണത്തെക്കാളുപരി ദോഷത്തിന് കാരണമായി തീരും. ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. എന്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിലൂടെ നിങ്ങൾ പ്രാപിച്ചെടുക്കുന്നുവോ അതൊക്കെയും ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടണം. അങ്ങനെ ഞാൻ പ്രയോജനപ്പെടുത്തും എന്നൊരു വാശിയോടെ ആയിരുന്നാട്ടെ. വാശി ഇതായിരിക്കണം, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലുതാകട്ടെ ചെറുതാകട്ടെ എന്ത് തന്നാലും അത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. ആ ജോലി നിനക്ക് തരുമ്പോൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്ക്, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് കൈത്താങ്ങുവാൻ ഞാൻ അതിൽ നിന്ന് ചിലവഴിക്കും. കർത്താവ് എനിക്ക് സന്തോഷകരമായൊരു ജീവിതം നൽകുമ്പോൾ, കർത്താവ് എൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുമ്പോൾ അത് കർത്താവിൻ്റെ നാമം ഉയരുവാൻ കാരണമായി തീരും. എന്നിലൂടെ കരയുന്ന ഒത്തിരി പേർ ആശ്വാസം കണ്ടെത്തുവാൻ ഇടയായിത്തീരും. കർത്താവ് എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം അനേക തലമുറകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാനും വളരുവാനും കാരണമായി മാറും. തീരുമാനം മാറ്റരുതേ. തീരുമാനം അത് തന്നെ ആയിരിക്കണം. ഇന്ന് ഉറച്ച തീരുമാനമെടുക്കുവാൻ ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. നീ കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒപ്പം ഉറച്ച തീരുമാനവും എടുക്കുക. ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക. പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക. ആ നിന്ന മാറ്റിത്തരുവാൻ എൻ്റെ കർത്താവ് ശക്തനായി നിനക്കൊപ്പമുണ്ട്. ഹന്നായുടെ തല ഉയർത്തിയ കർത്താവ്, ശമൂവേൽ എന്ന പ്രവാചക ശ്രേഷ്ഠനെ തൻ്റെ ഉദരത്തിൽ ജനിപ്പിച്ച കർത്താവ്, സ്തോത്രം. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, പേര് പറയുവാൻ അഭിമാനത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു തലമുറയെ നൽകിയ ദൈവം
നിനക്ക് അവിധത്തിലൊരു തലമുറയെ നൽകി നിന്റെ നിർണയം മാറ്റും. ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അതെ നിനക്ക് സൗഖ്യം നൽകി. നിന്നെ ചില സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം നിർത്തും. എന്നെ ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവന്നു, എന്നെ സൗഖ്യമാക്കി എന്ന് പറയുവാൻ തക്ക വിധത്തിൽ. അപ്പോൾ എൻ്റെ ദൈവം വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ആഴ്ച നീക്കിക്കളയും. നിങ്ങളുടെ തല നിവരുമാറാക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ അറിയിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെച്ച് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ചേർന്ന് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുവാനുള്ള അവസരമുണ്ട്. രാവിലെ 11:30 മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്യുക. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. തത്സമയം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ അനുഭവിക്കുക. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾ അനുഭവിച്ചു നിരാശയോടെ തലകുനിച്ചായിരിക്കുന്നുവോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനും നിരാശ മാറുന്ന ദൈവിക വിടുതൽ പ്രാപിക്കുവാനും അവസരമുണ്ട്. വൈകുന്നേരം 3 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ 2ാമത്തെ സെക്ഷൻ ആരാധന നെയ്യാറ്റുകരയിൽ അമരവിള താന്നിമൂട് എന്ന സ്ഥലത്ത് MS പ്ലാസ എന്ന ബിൽഡിങ്ങിൻ്റെ താഴെ പഴയൊരു ബസ് സ്റ്റോപ്പ് അവിടെയുണ്ട്. അതിൻ്റെ പുറകിൽ സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്തായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടച്ചാട്ടെ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭാകാന്തനെ പ്രാർത്ഥന കേട്ട് അങ്ങ് ഉത്തരം നൽകണമേ. ഇവരുടെ നിന്ദയും നിരാശയും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും മാറിപ്പോകട്ടെ. ഇപ്പോൾ ഇവരിലെ രോഗികൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഒരു അത്ഭുതത്തെ അങ്ങ് പ്രവർത്തിക്കണമേ. നീ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും, അഴിയുന്നത് അഴിഞ്ഞിരിക്കുമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ അതേ അധികാരത്തോടെ ചില കെട്ടുകളെ, ചില ബന്ധനങ്ങളെ അടിയൻ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിൻ്റെ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ദീർഘനാളായി വെളിപ്പെട്ട് നിൽക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കിടക്കയിലായിപ്പോയ രോഗികൾ എഴുന്നേൽക്കട്ടെ. എല്ലാ ട്യൂമറുകളും മാറിപ്പോകട്ടെ. വിട്ടുമാറാത്ത തലവേദനകൾ മാറിപ്പോകട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബന്ധനത്തെ അഴിക്കുന്ന കർത്താവേ, സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി തീരട്ടെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ. പഠന സാഹചര്യങ്ങളെയും സൗകര്യങ്ങളെയും അങ്ങ് ഒരുക്കി നൽകണമേ. പഠിപ്പിക്കുവാൻ വേണ്ട നന്മകളെ മാതാപിതാക്കളുടെ കരങ്ങളിൽ നൽകണമേ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഞങ്ങളുടെ തലമുറകൾക്ക് മുമ്പിൽ, സഹോദരന്മാർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. IELTS, OET, പ്രോമെട്രിക് എക്സാമുകൾ എഴുതി റിസൾട്ടുകൾ കാത്ത് വിദേശ രാജ്യങ്ങളിൽ സ്വപ്നം കണ്ടായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശാലത വെളിപ്പെടട്ടെ. വിസ വരട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. പല രാജ്യങ്ങളിൽ പല നിലകളിൽ ബുദ്ധിമുട്ടുന്നവർ അവർക്ക് വേണ്ടത് നൽകി മാനിച്ചാട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായവർ മാറട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് മാനിച്ചുയർത്തിയാട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ അപ്പ. കൊച്ചു കൊച്ചു സ്ഥാപനങ്ങൾ നടത്തുന്നവരെ, വലിയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കണമേ കർത്താവെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശ കടങ്ങൾ മാറിപ്പോകട്ടെ. ജപ്തികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.